ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെസിപ്പിയുമായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു യാത്രയാകാം. അതായത് മിറാസിലേക്ക് പോകാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ദുബായ് യാർഡ് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്ര കലാപരമായിട്ടുള്ള റെക്കോർഡിങ്ങൊന്നും അല്ല, എങ്കിൽ പോലും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അതെങ്ങനെയാണോ നന്നായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കണ്ട് വരാം. അപ്പം നമ്മൾ മിറാസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനുള്ളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും വരിക. വെൽക്കം ടു മിറാസ്. നമുക്കൊരുമിച്ച് ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഭക്ഷണശാല കോൺടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം കൊടുക്കും, എല്ലാവരും നോക്കുക. അതുപോലെ തന്നെ വിന്നേഴ്സിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും കേട്ടോ. സമ്മാനാർഹരായത് വാട്സപ്പ് നമ്പറിലൂടെ അവരുടെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും. അസ്തമിച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് അതിമനോഹരമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഭാഗങ്ങളെല്ലാം തന്നെ. ഡിസംബറിലെ വിൻ്ററിനെ നല്ല ഭംഗിയായി തന്നെ, അതായത് പൈൻ മരങ്ങളെല്ലാം മഞ്ഞ് മൂടി നിൽക്കുന്നത്, അതൊക്കെ അവർ നന്നായി തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും വലുതായിട്ട് കാണാനൊന്നുമില്ലാന്ന് തോന്നും. പക്ഷേ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ തിങ്സും, അവിടെയുള്ള ഓരോന്നും നമ്മൾ എങ്ങനെയാണോ ആസ്വദിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോരുത്തർക്കും അവിടെ ഇഷ്ടപ്പെടുക. ഇവിടെ നമ്മുടെ പഴയ നാട്ടിൻ പുറത്ത് ഓർമ്മിപ്പിക്കുന്ന കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഈ സൈക്കിൾ പാൽക്കാരനും സൈക്കിളും അതുപോലുള്ള കാളവണ്ടി, അങ്ങനെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ. നിർമ്മിതികളിൽ കൂടുതലും വുഡ് കൊണ്ടാണ്, തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കിയിട്ട് തടിയും ചെറിയ ചെറിയ തടി കഷ്ണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ദുബായിയുടെ പ്രോമിസ് ബ്രിഡ്ജ് ഇവിടെയാണ് കേട്ടോ. ദുബായ് പ്രോമിസ് ബ്രിഡ്ജ് ഇവിടെ മിറാസിൽ ദുബായ് ആയിലാണ് ഉള്ളത്. അതായത് അവിടുത്തെ ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്തതിന് ശേഷം ഒരു താഴ് ആ പാലത്തിലേക്കിട്ട് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കീ നമ്മൾ എന്താണ് ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇടും. അതായത് പാരീസിലെ പ്രോമിസ് ബ്രിഡ്ജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ലേക്കിൻ്റെ മുകളിലൂടെ ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും നിറച്ച് ലോക്കുകളൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഭക്ഷണശാലയുടെ വക ഒരു താഴെ ഇട്ടൊന്ന് പൂട്ടി നോക്കാം അല്ലേ. നമുക്കും ഭക്ഷണശാലയുടെ വക ഒരു പൂട്ടിടാം. അതിന് വേണ്ടിയിട്ട് ഒരു താഴേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ താഴെ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്യാം. ഇതുപോലെ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഭക്ഷണശാല യൂട്യൂബ് ചാനൽ കണ്ടോ, ഇത് നമുക്ക് വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയും. അതാണ് ഇവിടുത്തെ ഒരു ബിലീഫ്. കണ്ടോ.
അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വിനേഴ്സ് എന്തായാലും ഫോട്ടോ അയയ്ക്കുക, അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഓരോ ബർഗറും കഴിച്ച് ഇന്നത്തെ യാത്ര നമുക്കിവിടെ അവസാനിക്കും.